എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബില്യൺ ഡേയ്സിലെ പവർ ബാങ്കുകൾക്ക് എത്ര രൂപ വരെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം എന്നുള്ളൊരു ഏകദേശ ധാരണയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ആവശ്യം പോലെ കമ്പനികളുടെ പവർ ബാങ്കുകൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഇതൊന്നും തന്നെ എല്ലാം ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്ത കുറച്ച് പവർ ബാങ്കുകൾ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു കമ്പനികളിൽ എത്രയൊക്കെ പവർ ബാങ്കുകളുണ്ടോ അതിൻ്റെയൊക്കെ തന്നെ ഞാൻ ആ ഡീറ്റെയിൽ പറയുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എം ഐയുടെ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ എം ഐയിൽ 3i ആണ് ഇപ്പോൾ ആക്ച്വലി കാണാൻ സാധിക്കുന്നത്. എന്നാൽ 2i ഒന്നും ഇപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ലിസ്റ്റിലേ ഇല്ല. 3iയിൽ നോക്കുവാണെങ്കിൽ 10,000 mAh 18 വോട്ട് ഫാസ്റ്റ് ചാർജറിന് 990 രൂപയാണ് നോർമൽ റേറ്റ്. 699 രൂപയ്ക്ക് ലഭ്യമാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ് കിട്ടാം. ഇനി എം ഐ 10,000 mAh 22.5 വോട്ടിന് 1199 രൂപയാണ്. എന്നാൽ നമുക്കത് 999 രൂപയ്ക്ക് ലഭ്യമാകാം. എം ഐ 3i 20,000 mAh 1699 രൂപ പ്രോഡക്റ്റിന് 1299 രൂപയ്ക്കും. എം ഐ 3i 30,000 mAh 2699 രൂപയുടെ പ്രോഡക്റ്റ് 2299 രൂപയ്ക്കും ലഭ്യമാകാൻ ചാൻസസ് ഉണ്ട്. ഇനി റെഡ്മി നോക്കുവാണെങ്കിൽ 10,000 mAh 10 വോട്ടിൻ്റെത് 899 രൂപയാണ്. 599 രൂപയ്ക്കും 20,000 mAh 18 വോട്ട് 1499 രൂപയുടെ പ്രോഡക്റ്റ് 1199 രൂപയ്ക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ ഒരു 20,000 mAh 18 വോട്ടിൻ്റെ പ്രോഡക്റ്റ് 1199 രൂപയ്ക്ക് തന്നെയാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. പൊതുവെ നമുക്കിതാണ് ഈ ഒരു നോർമൽ ഓഫർ സെയിലിൽ കാണാൻ സാധിക്കുന്നത് 1199. ഇതിനേക്കാളും കുറഞ്ഞു കിട്ടിയാൽ നല്ലത് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ. ഇനി റിയൽമി നോക്കുവാണെങ്കിൽ 10,000 mAh 18 വോട്ടിന് 1099 രൂപയാണ് നോർമൽ റേറ്റ്, 799 രൂപയ്ക്കും. കൂടാതെ 10,000 mAh 30 വോട്ടിന് 1999 രൂപയ്ക്കുള്ളത് 1599 രൂപയ്ക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി 20,000 mAh 18 വോട്ടിൻ്റെത് 1699 രൂപയുടെ പ്രോഡക്റ്റ് 1399 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ റിയൽമിയുടെ പ്രോഡക്റ്റുകൾ പവർ ബാങ്കുകളിലുള്ളൊരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിലും ഡ്രെയിൻ ആകുന്നു എന്നുള്ളൊരു ഇഷ്യൂ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അർബൻ നോക്കുവാണെങ്കിൽ നമ്മളൊരു അൺബോക്സ് ഈ ഒരു അർബൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പവർ ബാങ്ക് 10,000 mAh 12 വോട്ടിൻ്റെ നോക്കുവാണെങ്കിൽ 699 രൂപയാണ്, 499 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 10,000 mAh 18 വോട്ടിൻ്റെത് 849 രൂപയുടെ പ്രോഡക്റ്റ് 499 രൂപയ്ക്കും. 20,000 mAh 12 വോട്ടിൻ്റെത് 1099 രൂപയാണ് നോർമൽ റേറ്റ്, 799 രൂപയ്ക്കും. 20,000 mAh 12 വോട്ടിൻ്റെത് ആ ഒരു കോമ്പാക്ട് സൈസിലുള്ളതിന് 1499 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും. ഈ ഒരു പവർ ബാങ്കുകളിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് കോമ്പാക്ട് ആവുന്നതിനനുസരിച്ചിട്ട് കാശ് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 20,000 mAh 12 വോട്ടിന് 1099 രൂപയുള്ളൂ. എന്നാൽ ആ ഒരു കോമ്പാക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് സെയിം ആണ് 12 വോട്ട് ഉള്ളതിന് 1499 രൂപ എന്നുള്ളതാണ്. എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ഓഫർ സമയത്ത് 799 രൂപയ്ക്കാണ് ലഭ്യമാകുന്നത്. ഇനി 20,000 mAh 18 വോട്ട് നോക്കുവാണെങ്കിൽ 1299 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്ക്. ഞാൻ ഈ ഒരു സെഷനിൽ അർബനിൽ പറയുവാണെങ്കിൽ 20,000 mAh 18 വോട്ടിൻ്റെത് നമുക്ക് 799 രൂപയ്ക്ക് ലഭ്യമാകുന്നുവെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആംബ്രെയിൻ നോക്കുവാണെങ്കിൽ 10,000 mAh 12 വോട്ടിൻ്റെത് 699 രൂപയാണ്, 399 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ 399 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ് അത്യാവശ്യം. 10,000 mAh 10 വോട്ടിന് നോക്കുവാണെങ്കിൽ 699 രൂപയാണ്. സെയിം അതേപോലെ തന്നെ 379 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 10,000 mAh 20 വോട്ട് 899 രൂപയുടെ പ്രോഡക്റ്റ് 599 രൂപയ്ക്കും. 10,000 mAh 20 വോട്ട് USB 3.0ക്ക് 888 ആണ്, 799 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 10,000 mAh 22.5 വോട്ടിൻ്റെത് 999 രൂപയാണ് നോർമൽ റേറ്റ്, 699 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. 12,500 mAh 10 വോട്ടിൻ്റെത് 899 രൂപയാണ് നോർമൽ റേറ്റ്, 399 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ 10,000 mAh 10 വോട്ടാണ് 990 രൂപയുടെ നോർമൽ റേറ്റ്, 749 രൂപയ്ക്കും. 20,000 mAh 10 വോട്ട് 1399 രൂപയുടേത് 799 രൂപയ്ക്കും. 20,000 mAh 20 വോട്ടിൻ്റെത് 1499 രൂപയുടെ പ്രോഡക്റ്റ് 1299 രൂപയ്ക്കും. കൂടാതെ 20,000 mAh 22.5 വോട്ടിൻ്റെത് 1599 രൂപയാണ് നോർമൽ റേറ്റ്, 1399 രൂപയ്ക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആംബ്രെയിൻ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള സെബ്രോണിക്സ്, ഫിലിപ്സ് ഒക്കെ നോക്കിയാൽ ചവർ പോലെ ഇതുപോലെ ആവശ്യം പോലെ പവർ ബാങ്കുകൾ അവർ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫർ സമയത്ത് നമുക്ക് ഏതാണോ ആ ഒരു വോട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി ഇൻടെക്സ് നോക്കുവാണെങ്കിൽ ഇൻടെക്സിൻ്റെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ ഇല്ല.
പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 10000 mAh 10 വോട്ട് 799 രൂപയാണ്, 499 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ 10000 mAh 10.5 വോട്ട് 769 രൂപയാണ് നോർമൽ റേറ്റ്, 699 രൂപയ്ക്കും. 20000 mAh 10.5 വോട്ട് 1219 രൂപയുടെ പ്രോഡക്റ്റ് 949 രൂപയ്ക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഇൻഡെക്സും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ 10000 mAh 12 വാട്ടിന് 599 രൂപയുടെ പ്രോഡക്റ്റ് 399 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 10000 mAh 18 വാട്ടിനത് 749 രൂപയാണ്, 711 രൂപയ്ക്കും. കൂടാതെ 20000 mAh 12 വാട്ട് 1049 രൂപയുടെ പ്രോഡക്റ്റ് ഇതുവരെ കുറഞ്ഞിട്ടില്ല, 1049 തന്നെ. കാരണം ജൂൺ 2021 ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. എന്താ ഈ ഒരു പ്രോഡക്റ്റിന് 1049 രൂപ തന്നെയാണ്. കൂടാതെ 20000 mAh 18 വാട്ടിന് 1199 രൂപയുടെ പ്രോഡക്റ്റ് 1099 രൂപയ്ക്കും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ആ ഒരു പവർ ബാങ്കുകൾ വാങ്ങിക്കാൻ എന്താ പറയുക ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡുകളൊക്കെയാണ്. അതിനൊരു റീസൺ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇതിൻ്റെയൊക്കെ തന്നെ എല്ലാത്തിൻ്റെയും ഈ ഒരു ബ്രാൻഡുകളിലെ എല്ലാ പ്രോഡക്റ്റുകളുടെയും ഒരെണ്ണമെങ്കിലും വെച്ചിട്ട് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ബാക്കപ്പ് ഒക്കെ നിൽക്കുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡുകളുടെ മാത്രം പറയുന്നത്. എന്നാൽ സെബ്രോണിക്സ്, ഫിലിപ്സ് അല്ലെങ്കിൽ കുറേ അധികം ബ്രാൻഡുകളുണ്ട് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കും. അതൊക്കെ തന്നെ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടേ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തതും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പവർ ബാങ്കുകൾക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ ലഭിച്ചേക്കാവുന്ന കുറച്ച് ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തായാലും ഈ പവർ ബാങ്കുകളുടെ ഒക്കെ തന്നെ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് ഉറപ്പായിട്ടും മിസ് ഔട്ട് ചെയ്യത്തില്ല നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.